ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ പ്രോസിക്യൂഷന് കോടതിയുടെ രൂക്ഷ വിമർശനം. ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് വിമർശനം. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ റിപ്പോർട്ട് എവിടെയെന്ന് കോടതിയുടെ ചോദ്യം. റിപ്പോർട്ട് ഇന്ന് തന്നെ നൽകാനും നിർദ്ദേശം. പ്രതിഷേധക്കളമായി സംസ്ഥാനം. തലസ്ഥാനത്തെ പോലീസ് നടപടിക്കെതിരെ SFIയുടെ പ്രതിഷേധം. തിരുവനന്തപുരത്തും തൃശൂരിലും ജലപീരങ്കി പ്രയോഗം. പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ആദ്യ കൂടിക്കാഴ്ചയിൽ സംസ്ഥാന വികസനം ചർച്ചാ വിഷയം. ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച. വിജിലൻസ് ഉന്നതരുടെ യോഗം വിളിച്ച ആഭ്യന്തരമന്ത്രി. അഴിമതി മുക്ത കേരളത്തിനായി പുതിയ പദ്ധതി. അഴിമതിക്കാരെ വെറുതെ വിടില്ലെന്ന് രമേശ് ചെന്നിത്തല. ആയിരത്തി 1969 വിജിലൻസ് മാനുവൽ പരിഷ്കരിച്ചേക്കും. മാസപ്പടി കേസിൽ ഇഡിക്ക് ഹൈക്കോടതിയുടെ പച്ചക്കൊടി. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ അന്വേഷണം തുടരാം. CMRLും ജീവനക്കാരും നൽകിയ ഹർജി തള്ളി. വയനാട്ടിൽ വീണ്ടും കാട്ടാനക്കൊല. പുത്തുമലയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്ത ദമ്പതികളെ ആക്രമിച്ചു. കൊല്ലപ്പെട്ടത് ഷാജിയുടെ ഭാര്യ ജെസ്സി. ജെസ്സിയുടെ ജീവൻ നഷ്ടമാക്കിയത് മുൻ സർക്കാരെന്ന് വനം മന്ത്രി. ജെസ്സിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉടനെന്നും ഷിബു ബേബി ജോൺ. സിനിമയിലെ റിവ്യൂ ബോംബിങ്ങിൽ കൊച്ചിയിൽ യോഗം വിളിച്ച് ഫിലിം ചേംബർ. പണം വാങ്ങിയുള്ള സിനിമാ റിവ്യൂ ആരോപണങ്ങൾ ചർച്ച ചെയ്യും. അശ്വന്ത് കോക്ക് അടക്കമുള്ളവർക്കെതിരെയാണ് പണം വാങ്ങിയുള്ള ആരോപണം. ഇന്ധന പ്രതിസന്ധിക്കിടെ പുതിയ എണ്ണ പ്രകൃതിവാതക ശേഖരങ്ങൾ കണ്ടെത്താൻ ഇന്ത്യ. കിഴക്കൻ തീരങ്ങളിൽ പരിശോധന നടത്തും. പെട്രോൾ ഡീസൽ വില വർധനയ്ക്ക് പിന്നാലെ CNGയും വില കൂട്ടി. വർദ്ധിപ്പിച്ചത് കിലോഗ്രാമിന് 2 രൂപ. ബംഗാളിൽ തിരിച്ചുവരവിനൊരുങ്ങി ഇടതു പാർട്ടികൾ. ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്ത് CPM. മുസ്ലിം വിഭാഗത്തിൽ സ്വാധീനമേറിയെന്ന് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ തൃണമൂലിൽ വൻ കൊഴിഞ്ഞുപോക്ക്. സമാധാന ചർച്ചകൾക്കിടെ ഇറാനിൽ ആക്രമണം അഴിച്ചുവിട്ട അമേരിക്ക. തെക്കൻ നഗരമായ ബന്ദർ അബ്ബാസിൽ വ്യോമാക്രമണം. ഹോർമൂസ് കടലിടുക്കിലെ വിവിധ മേഖലകളിലും സ്ഫോടന പരമ്പര. ആക്രമണം സ്വയം പ്രതിരോധമെന്ന നിലയിലെന്ന് US സെൻട്രൽ കമാൻഡ്.